ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. കാൽവരി ചുവട്ടിലെ 3 കപ്പേളകൾ. കാൽവരി ഗിരിയുടെ നേരെ ചുവട്ടിൽ ആദാമിൻ്റെ കല്ലറ. അതിന് പുറകിലായി 3 കപ്പേളകളുണ്ട്. കോൺസ്റ്റന്റൈൻ പണിത കബറിടപ്പള്ളി അനാസ്തസിസ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം കബറിടമാണ്, ഉയർപ്പാണ്, റൊത്തോന്ത, റൗണ്ട് ഷേപ്പിലുള്ള സ്ഥലം. അതിൻ്റെ മുമ്പിൽ തോട്ടമാണ്, സമചതുരത്തിലുള്ള തോട്ടം. കുരിശുദ്ധ കാലഘട്ടം മുതൽ ഈ തോട്ടം മാറ്റി ഇവിടെ കപ്പേളയാകുന്നു. ഇന്ന് ഇത് ഗ്രീക്ക് കത്തോലിക്കരുടെ കാത്തോലിക്കോൺ എന്നറിയപ്പെടുന്ന കപ്പേളയാണ്. അതിൻ്റെ പുറകിലേക്ക് വരുന്ന ആർച്ചിലാണ് ഈ 3 കപ്പേളകൾ നമുക്ക് കാണുക. കാൽവരി കുന്നിൻ്റെ നേരെ പുറകിൽ ആദ്യത്തെ കപ്പേള, പടയാളികൾ യേശുവിനെ കളിയാക്കി എന്ന് പറയുന്ന സ്ഥലം, മോക്കിംഗ്. അതിനെ ഓർക്കുന്ന ബൈസൻ്റെയും കാലഘട്ടത്തിൽ 5-ാം നൂറ്റാണ്ടിലെ ഒരു തൂണുണ്ട്. ആ തൂണിന് മുകളിലാണ് അവിടെ അൾത്താരയൊരുക്കിയിരിക്കുന്നത്. ഇവിടെ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് പടയാളികൾ യേശുവിനെ അപഹസിച്ചത്, കളിയാക്കിയത് ആണ് ഓർക്കുക. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കുരിശ് കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഹെലന രാജ്ഞിയുടെ കപ്പേളയിലേക്ക് ഇറങ്ങാനുള്ള കവാടമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് അർമേനിയൻ കത്തോലിക്കരുടെ കപ്പേളയാണ്. ഇവിടെ ഓർക്കുക, പടയാളികൾ കർത്താവിൻ്റെ മേലങ്കിക്ക് വേണ്ടി നറുക്കിട്ടു എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് പണ്ട് കബറിടപ്പള്ളിയിലെ സന്യാസികൾ, കുരിശുദ്ധ കാലഘട്ടത്തിന് ശേഷം അവിടെ താമസിച്ചിരുന്നവർ, അവരുടെ ഭവനത്തിലേക്കുള്ള കാനോനിക്കയിലേക്കുള്ള കവാടമായിരുന്നു ഇവിടം. ഇത് കഴിഞ്ഞാൽ വരുന്ന കപ്പേള ലൊങ്കീനോസിൻ്റെ കപ്പേള എന്ന് പറഞ്ഞാൽ കുന്തം കൊണ്ട് കുത്തിയവൻ്റെ. ലോങ്കെ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ കുന്തം എന്നർത്ഥം, ലത്തീനിൽ ലൊങ്കീനോസ്, കുന്തം കൊണ്ട് കുത്തിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അവൻ കർത്താവിൻ്റെ മാറിടത്തിൽ കുന്തം കൊണ്ട് കുത്തുന്നത് കർത്താവ് പണ്ടേ മരിച്ചിരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റു 2 പേരുടെയും പോലെ മുട്ടുപൊട്ടിക്കണമായിരുന്നു. പെസഹ കുഞ്ഞാടിൻ്റെ എല്ലുകളൊന്നും നുറുക്കപ്പെടാൻ പാടില്ല. ആ പ്രവചനം കൂടി അവിടെ പൂർത്തിയാവുകയാണ്. ലൊങ്കീനോസ് പിന്നീട് കത്തോലിക്ക സഭയിൽ വലിയ വിശുദ്ധനായി വാഴ്ത്തപ്പെടുന്നു. കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. 10-ാം നൂറ്റാണ്ടിലെ ഐതിഹ്യമാണ് ഈ ഭടൻ കുരുടനായിരുന്നു എന്നുള്ളതും ഈ വെള്ളം കണ്ണിലേക്ക് അടിച്ചപ്പോൾ അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ളതും. 12-ാം നൂറ്റാണ്ട് മുതലുള്ള സുവർണ ഐതിഹ്യത്തിൽ, ഗോൾഡൻ ലെജൻസിൽ ഈ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ രക്തവും വെള്ളവും ഒഴുകുന്നു. നമ്മൾ കരുണയുടെ കർത്താവിനെ കാണും. കരുണയുടെ കർത്താവിൻ്റെ പടങ്ങളിലെല്ലാം ശ്രദ്ധിച്ചാൽ ചുവപ്പും വെള്ളയും രശ്മികളാണ് ഒഴുകുക. ഇത് ഈ രക്തവും വെള്ളവുമാണ്. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൽ പറയുന്നത് പോലെ ഇത് ആത്മീയ പാനീയമാണ്, പരിശുദ്ധാത്മാവാണ്, നവജീവിതത്തിനുള്ള സ്രോതസ്സാണ്. ഈ 3 കപ്പേളകളും കർത്താവിനെ വിവസ്ത്രനാക്കുന്നു, കർത്താവിനെ അവഹേളിക്കുന്നു, മാറ് കുത്തിത്തുളയ്ക്കുന്നു. എല്ലാ അവഹേളനങ്ങളും കുരിശിലെ വിജയത്തിലേക്കാണ് വഴികാട്ടുക. ജീവിതത്തിലെ സഹനങ്ങൾ, പാടുപീടകളെല്ലാം ക്രിസ്തുവിനോടൊത്ത് ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പിലും വിജയകിരീടം, ഉയർപ്പ് കാത്തിരിക്കുന്നു. കർത്താവിനെ വിശ്വസിച്ചവരായിരുന്നു. അവനെ കളിയാക്കിയവരെല്ലാവരും പിന്നീട് കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറുന്നു. ഈ മൗനത്തോടെയുള്ള സഹനം എല്ലാം ദൈവമഹത്വത്തിനായി, അത് മഹത്വത്തിലേ എത്തിച്ചേരൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.